എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആരാ നോക്കട്ടെ, പുതിയ ഒരു അവതാരം. എത്ര കാലമായി വീഡിയോയിൽ വന്നിട്ട്? അവസാനത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിനക്ക്? ഏതാണ് ആവട്ടെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അവസാനം അനിയനെ കാട്ടിയിട്ടുള്ള വീഡിയോ ഏതാണെന്നുള്ളത്. ഇന്ന് ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ വ്ളോഗാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഒരു 280 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ. കുറച്ച് ക്ലൈമ്പാണ്, 60 കിലോമീറ്റർ അതിൽ ചുരം കയറി തന്നെ പോകണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഗസ് ചെയ്യുക, എന്താണ് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടാ. എങ്ങനെയുണ്ട് സാധനം സെറ്റപ്പ്? മൂന്നാർ എന്റെ ഫസ്റ്റത്തെ ട്രിപ്പ് പോയപ്പോ കോസ്മിക്കില് ഇതായിരുന്നു കേട്ടാ. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജൂണോ ചേട്ടനെ മിസ് ചെയ്യോ? 2-3 ദിവസം 3-4 ദിവസം മിസ് ചെയ്യോ ചേട്ടനെ? ജൂണോ പല്ല് വന്നു നിനക്ക്? 3-5 മാസമായിട്ട് കേട്ടോ. ജൂൺ അടിപൊളിയായിട്ട് സുഖമായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല കേട്ടോ. ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ ഓണം, ഞങ്ങളുടെ അവിടുത്തെ അല്ല കേട്ടോ, എല്ലായിടത്തും ഓണം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ ചെറിയൊരു പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെണ്ടുമല്ലിയും അങ്ങനെ കുറച്ച് ഇതുകളൊക്കെ ആയിട്ട് ഡാഡിയും ഹനിയനും കൂടിയിട്ട് ഇട്ടതാണ്. നീ ഇട്ടുണ്ടായിരുന്നാ? അതെ, അവരും കൂടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അമ്മയും എല്ലാവരും പ്രിപ്പറേഷൻ ഇതുകളാണ്. ഞാൻ എൻ്റേതായ പ്രിപ്പറേഷൻസ് ആണ്. എന്താണ് നമ്മുടെ പ്രിപ്പറേഷൻസ്? അമ്മാമ ഹാപ്പി ഓണം പറയാം എല്ലാവരുടെ അടുത്തും. ഹാപ്പി ഓണം. ആരാ? ആന്റിമാരാ? റിക്കി ആന്റി, മോളി ആന്റി, മിനി ആന്റി. കാണില്ലേ? ഇപ്പൊ കാട്ടിത്തരാം. അമ്മാമ്മയുടെ എപ്പോഴും വിചാരം വീഡിയോ കോളാണെന്നുള്ളതാണ് കേട്ടോ. ഇത് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ക്യാമറയും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? എവിടേക്കാണ്, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്? അമ്മ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ? ഇറച്ചി മീനൊന്നും പറയരുത് കേട്ടോ. ബീഫുണ്ട്. ബീഫ് എന്താ ഇത് അരിഞ്ഞരണമെന്ന് പറഞ്ഞിട്ട് അമ്മക്ക് ബീഫ് അരിയണം. പിന്നെ എന്നിട്ട് ഉച്ചക്ക് പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് നമുക്ക്? സാമ്പാർ, അവിയല്, ബീഫ്, ഒരു ബീട്രൂട്ട് കിച്ചടി, പച്ചടി പോലത്തെ ബീട്രൂട്ട് കിച്ചടി. മറ്റേ ഇതുണ്ട് അവിയലെല്ലാം മിക്സ് ചെയ്തിട്ട് അവിയല്, ഉപ്പേരി, വെണ്ടക്കായ, അപ്പൊ മെഴുക്ക് വരട്ടി, അതിന്റെ പായസത്തിന്റെ കാര്യം ഞങ്ങളാണ് കേട്ടോ. ഞാനും പായസം പാലടയും പിന്നെ പരിപ്പും. അമ്മയ്ക്ക് പരിപ്പ് പായസമാണ് ഇഷ്ടം, എനിക്ക് പാലടയാണ് ഇഷ്ടം. നിനക്കും പാലടയാണ് ഇഷ്ടം? അപ്പൊ എനിക്കും എല്ലാവർക്കും പാലട തന്നെ. പക്ഷെ ഞാൻ അടപ്രഥമൻ കഴിച്ചു. എനിക്ക് അടപ്രഥമൻ ശർക്കര ഇട്ടിട്ടാന്നുകൊണ്ട് അല്ലേ? പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പാലട തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പരിപ്പും എനിക്ക് വലിയ ഇതില്ല കേട്ടോ. അമ്മയ്ക്ക് പരിപ്പ് വേണമെന്ന് പറഞ്ഞാലും പരിപ്പ് വാങ്ങിയതാണ്. ഡാഡി അവിടെ തിരക്കില് കാര്യങ്ങളിലൊക്കെയാണ്, അതാണ് ഡാഡിനെ കാട്ടാത്ത. അപ്പൊ എന്താ ഇനി നെക്സ്റ്റ് പരിപാടികൾ എന്താ? നമ്മുടെ ഫുഡ് അടിക്കുക പരിപാടികളാണ്. ചെക്കൻ ഇനി ഫുള്ള് വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇനി വല്ലതും പ്ലാൻ ചെയ്യണ്ട എന്തെങ്കിലും പരിപാടികൾ? ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും. റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 എത്ര ദിവസം ഉണ്ട് വെക്കേഷൻ? ഒരാഴ്ച 10 ദിവസം. 10 ദിവസം കഷ്ടി. 9 ദിവസം. വേറെ എന്തെങ്കിലും പ്ലാനുകൾ, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ? എന്തെങ്കിലും? ചെക്കൻ ഫുള്ള് ഇതുകളാണ്. നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാട്ടോ. ഞാൻ ആക്ച്വലി ഈ വീഡിയോൻ്റെ തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു വീടുണ്ട്. ഡോക്ടറുടെ വീട് എന്നാണ് നമ്മൾ പറയാട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഞങ്ങളുടെ ഒരു വീടിൻ്റെ ഒരു എതാന്നല്ലേ, ഒരു മൂല എന്ന് പറയൂ കേട്ടോ. ഒരു ബാക്കിലത്തെ ഒരു മൂല ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. രസമുണ്ടല്ലേ? ഇങ്ങോട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ ബാക്ക് ഏരിയ ആണ് കേട്ടോ. ബാക്ക് സൈഡാണ് ഇത് വരണത്. ഇതിൻ്റെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡോക്ടറുടെ വീട് എന്നാണ് പറയുക. അവിടെ ഒരു വലിയൊരു പാറക്കോളം ഉണ്ട് കേട്ടോ. നമുക്കത് കാണാൻ പറ്റില്ല, ഫോണിൽ ഷൂട്ട് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴെ ഇരിക്കണത് കണ്ട ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ആ ഭാഗത്ത് കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇലയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഞാൻ അടിച്ചു വാരി തുടച്ച് തമ്പനയിലിന് വേണ്ടിയിട്ട്. കാരണം വീഡിയോ കുറച്ച് മോശമായാലും കുഴപ്പമില്ല, തമ്പനയിൽ കൃത്യമായില്ലെങ്കിൽ ആൾക്കാർ ഈ സാധനം ക്ലിക്ക് ചെയ്യില്ല കേട്ടോ വീഡിയോസ്. അപ്പോൾ തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ആ തമ്പനയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലല്ല ഇപ്പം തന്നെ കാണാം കേട്ടോ. എന്തൊക്കെ ഡീറ്റെയിലും കാട്ടിത്തരാം. അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോണേ? നീ വരുന്നുണ്ടോ? റൈഡ് പറഞ്ഞിട്ടില്ല. ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് കൊണ്ടുപോകണത്, എന്തൊക്കെ ഡ്രസ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എടുക്കണമെന്ന് കാട്ടിത്തരാം കേട്ടോ. നേരെ താഴോട്ട് പോവാം.
അപ്പോൾ ഗൈസ് ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് ട്രിപ്പിന് വേണ്ടിയിട്ട്. വലുതായിട്ട് നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. മാരിൻ്റെ നമ്മുടെ MTB ആണ് കൊണ്ടുപോകുന്നത് കേട്ടോ നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ മോഡിഫിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് ഇതിൽ വരുത്തി നോക്കണത് എന്നുള്ളത്. നെക്സ്റ്റ് ഞാൻ ഇനി ഓരോന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ സൈക്കിളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ്, വേറെ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ചിലപ്പോൾ പല സാധനങ്ങളും ഞാൻ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, എന്നാലും ഞാൻ പറയാം. ഇത് നമ്മുടെ ഹൈഡ്രേഷൻ ബാക്ക് പാക്കാണ്, നമ്മുടെ തോളത്തിടുന്ന ബാക്ക് പാക്കാണ് കേട്ടോ. ഇത് കൊണ്ടുപോകാൻ ചാൻസ് കൂടുതലാണ്, വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ എക്സ്പയർ ട്യൂബാണ്, ഇന്നലെ പഞ്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയ ട്യൂബാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് 3 പഞ്ചറായിട്ടുള്ള 2 പഞ്ചറായിട്ടുള്ള ഒരു ട്യൂബാണ്, ഒട്ടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ എല്ലങ്കി ബിറ്റ്വീൻ്റെ എല്ലങ്കി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചർ കിറ്റ്, പഞ്ചർ ഒട്ടിക്കാനുള്ള സാധനം, അതിൻ്റെ ഗ്ലൂ നമുക്ക് ചിലപ്പോൾ ലൂബ് ചെയ്യേണ്ടി വരും കേട്ടോ. 3-4 ദിവസത്തെ ട്രിപ്പാണ്, അതുകൊണ്ട് ലൂബും കാര്യങ്ങളും കൊണ്ട് സ്ക്വിർട്ടിൻ്റെ ലൂബാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ടയർ ലിവർ, ചാത്തൻ ടയർ ലിവറാണ്. നാളെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ചിലപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങും കേട്ടോ, ഡെക്കാത്തലോണിൽ നിന്ന് എങ്ങാനും പുതിയത് വാങ്ങണം. ഇത് ചാത്തൻ സാധനമാണ്, ഇത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. 4 ഉണ്ടായിരുന്നതാണ്, ഒരു വട്ടം ടയർ ഊരാൻ വേണ്ടിയിട്ട് 2 പൊട്ടിയിട്ടാ. അപ്പോൾ ഇത് ജേഴ്സിയാണ് കേട്ടോ, ഉണ്ട പോലെ ജേഴ്സി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടിയും ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കാട്ടി തരാം. ഇത് നോർമൽ ഒരു ജേഴ്സിയാണ് കേട്ടോ. ഞാൻ ഈ സാധനം തുറക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ സുഹൃത്തിൻ്റെ ഇതിൽ കണ്ടതാണ്. ഇത്രയും പോകുന്ന ജേഴ്സിയാണ്, ഇത്രയും പോകുന്ന ജേഴ്സിയാണ് കേട്ടോ. ഇതെനിക്ക് കുറച്ച് പുഴക്കം കൂടുതലാണ്. എനിക്ക് ദേഹത്ത് ഒട്ടി കിടക്കണത് ഇഷ്ടമല്ല, വയറൊക്കെ തുറച്ച് കാണും, ആ ഒരു മടിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ച് പിടിച്ച് കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു നടുവിലത്തെ പോക്കറ്റ് ഉണ്ടല്ലോ, ഈ നടുവിലത്തെ പോക്കറ്റ് അത് ഉള്ളിലേക്കും കയറ്റി വയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ബൗളായിട്ട് ഈ സാധനം മാറും കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. ഇതൊരു ചെറിയ ഹാക്കും കൂടിയാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇതറിയാത്തവരുണ്ടെങ്കിൽ സാധനം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ സാധനം. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കൃത്യം ആ പോക്കറ്റിൻ്റെ ഉള്ളിലാണ് ഡ്രസ്സ് ഉൾട്ട മടക്കിയാൽ മതി, ഉള്ളിലേക്ക് അങ്ങനെ മടക്കി കൊണ്ടുപോകുന്ന സാധനമാണ് കേട്ടോ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഇത് ഒരു ജേഴ്സി, 2 ജേഴ്സി മതിയാവും കേട്ടോ, 2 ജേഴ്സി. പിന്നെ ഒടുക്കത്തെ വിലയാട്ടി സാധനത്തിന് മിനിമിനിസ്റ്റിൻ്റെ സൺസ്ക്രീം SPF 50 കഴിയാറായിട്ടുണ്ട്. ഈ ട്രിപ്പോട് കൂടി അത് കഴിയും. പിന്നെ നമ്മുടെ ബന്ധാന എന്നല്ലേ പറയാ, നെക്ക് ബാൻഡോ അല്ലെങ്കിൽ ഒരു ബാൻഡ് ഇട്ടാ. പിന്നെ ഇത് നമ്മുടെ ഇത് വാൻ റൈസലിൻ്റെ ഒരു നമ്മുടെ ഇതാണ് ഫോം ഷീറ്റ് ഉള്ള ഫോമും ജെൽ പാഡും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഷോർട്ട്സാണ്. ഇതിൻ്റെ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു പോക്കറ്റ്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെ പോക്കറ്റ്, 2 പോക്കറ്റ് ഉള്ളതുണ്ട്. ജേഴ്സി ഇത് നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു ബാഗാണ് കേട്ടോ. അക്വാ സീലിൻ്റെ ട്രക്ക് ആൻഡ് റൈഡ് ബാക്കിൽ ഹാൻഡിൽ ബാറമ്മ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗും കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അവിടെ എത്തിയിടാം, ഇത് നമ്മുടെ കൈയും ഇടുന്ന സ്ലീവ് കൊണ്ടുപോകുന്നുണ്ട്, എല്ലാവരും കൊണ്ടുപോകുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഇതും മാറ്റാനുള്ളതാണ് കേട്ടോ. ഇത് ചെറിയ കോമ്പാക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടൊക്കെ, അതുകൊണ്ട് ഓൺലൈനിൽ കിട്ടിയിട്ടില്ല. ഈ സാധനം ഇത് ആക്ച്വലി കുറച്ച് കീറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾ കെയറിലേക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത് കണ്ട സൈഡിൽ ബാക്കിൽ ചെറിയൊരു കീറലുണ്ട്. ഇങ്ങനത്തെ ഒരു കീറൽ വരുമ്പോഴേക്കും എനിക്കിത് കൊണ്ട് കളയാനുള്ള ഒരു മനസ്സ് വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ വേറെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല. പിന്നെ അത്യാവശ്യത്തിന് ഒരു 2-2.5 മണിക്കൂറൊക്കെ ഈ സാധനം കിട്ടും കേട്ടോ. ഹൈവിൻ്റെ പണ്ട് വാങ്ങിയതാണ്, ഇതിനെക്കാട്ടും ഏറ്റവും ബെറ്ററാണ് കേട്ടോ ഇത് വരണത് നമ്മുടെ ഡെക്കാത്തലോണിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കയറ്റി ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്പാൻഡെക്സിൻ്റെ ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വാങ്ങിയതല്ല, ഞാൻ വീട്ടിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അത് ഫിറ്റായി. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനം ഇതൊന്ന് നിവർത്തി കാട്ടി കൊടുത്തേടാ. ഇത് നിൻ്റെ ആണോ? സ്വിമ്മിങ് സൂട്ട്. നിൻ്റെ ഇതാണോ സ്യൂട്ടാണോ അറിയില്ല കേട്ടോ. ഇതാണ് സ്പാൻഡെക്സ് ആണ് ഈ സാധനം. ആ ഒരു ഷോർട്സിൻ്റെ മേലിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ്, എനിക്ക് കറക്റ്റ് ഫിറ്റ്. അപ്പോൾ ഇതാകുമ്പോൾ വലിയ വൃത്തിയായിട്ട് സ്പാൻഡെക്സ് അല്ല, ഒട്ടിക്കെടുക്കുന്ന ദേഹത്ത് ഒട്ടിക്കെടുക്കുന്ന ഈ സാധനം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ആ കീറിയത് കാണണ്ടല്ലോ, കീറിയതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല സ്വിമ്മിങ് സ്യൂട്ടാണ്, എനിക്കറിയില്ല കേട്ടോ, വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നതാണ്. അതൊരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിരിക്കുന്നത് എക്സ്ട്രാ രാത്രി 2 ദിവസം രാത്രി ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഇതും ഡെക്കാത്തലോണ്ട് ഒരു ഇതാണ്. ഒരു ടീഷർട്ട് വെച്ചിട്ടുണ്ട്. ടീഷർട്ട് ചിലപ്പോൾ മാറ്റിയിട്ട് ആ ചോപ്പ ടീഷർട്ട് മാറ്റും കേട്ടോ. പിന്നെ നമ്മുടെ മൗണ്ടും കാര്യങ്ങളൊക്കെ, ടെലിസിനിൻ്റെ ഗോപ്രോൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ. ഈ ബാഗ് നമ്മുടെ കാങ്കരു ബാഗ്, അതിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തിട്ട് വെച്ചോക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ
ഇത് ഇതാ കണ്ട ഈ ഫോം ഷീറ്റ്. കാരണം ആസ് എ സൈക്ലിംഗ് വ്ളോഗർ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ കൃത്യം 6 മണിക്ക് നമ്മുടെ വ്ളോഗ് വരുന്നത് കൊണ്ട് നമുക്ക് തിരിച്ച് പോയി കയ്യിൽ നിന്ന് പോയി. നമ്മൾ പോണത് കൊടൈക്കനാലിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കൊടൈക്കനാൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ പളനിന്നോ പൊള്ളാച്ചിന്നോ സൈക്കിൾ ട്രെയിനിൽ കയറ്റി കൊണ്ട് വിടാനാണ്. ആസ് എ സൈക്ലിംഗ് വ്ളോഗർ തിങ്കൾ മുതൽ വെള്ളി വരെ വീഡിയോ ഇടണമെങ്കിൽ തിരിച്ചു വരുന്ന സമയം എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്യണുണ്ട്. എന്നിട്ട് വേണം അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് എണീറ്റിട്ട് റൈഡ് ചെയ്യേണ്ടി വരും എല്ലാ ദിവസവും വീഡിയോ ഇടണമെങ്കിൽ. അപ്പോൾ ആ ഒരു ടൈം അത്രയ്ക്ക് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കിൾ അവിടെ നിന്ന് പളനിന്നോ പൊള്ളാച്ചിന്നോ തിരിച്ചും കൊണ്ട് സൈക്കിൾ ട്രെയിനിൽ കയറ്റിയിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ കയറ്റിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റ് മെയിൻ ഭാഗങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 വട്ടം ട്രെയിനിൽ അങ്ങനെ തന്നെ ലഗേജിൻ്റെ ഭാഗത്ത് കയറ്റി വിട്ടിട്ടുണ്ട്. 2 വട്ടം എനിക്ക് ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ ഇഷ്യൂസ് വരാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള റിസോഴ്സസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഫ്രെയിമും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ സ്ക്രാച്ചൊന്നും വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി സൈക്കിളുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ PPF നമ്മൾ സൈക്കിളുമ്പോൾ പണ്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ ഇതുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു എക്സ്ട്രാ സാധനം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ചെറിയൊരു പീസ് മെയിൻ സ്ഥലങ്ങളിൽ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഈ വീഡിയോ ഇടൽ നടക്കില്ല. കുറേ സമയം ഭയങ്കര ടൈം കൺസ്യൂം ആയിരിക്കും തിരിച്ചിങ്ങോട്ട് റൈഡ് ചെയ്യണത്. തിരിച്ചിങ്ങോട്ട് റൈഡ് ചെയ്യുന്ന വ്ളോഗും ഒക്കെ വലിയ ഇതില്ല. നമ്മൾ പോയ അതേ വഴി തന്നെയാണ് നമ്മൾ തിരിച്ചും വരണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായിട്ടാന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് പമ്പ് കൊണ്ടുപോകുന്നുണ്ട്. വെള്ളം കുപ്പി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് ജീറോൻ്റെ ഈ ഷൂ, ഇത് ചിലപ്പോൾ ഞാൻ ഈ ഷൂ ഇടില്ല കേട്ടോ. ഇത് കുറച്ച് വില കൂടിയ ഷൂ ആണ്. എനിക്കത് ഇടാൻ താല്പര്യമില്ല. ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയ ഏതായാലും പഴയ ഷൂ ഇടാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഏകദേശം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. നീ ഇപ്പോൾ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടോ? ഇല്ല. കൊടൈക്കനാൽ വന്നിട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഞാനും അനിയനും കൂടിയിട്ടാണ് കൊടൈക്കനാലിൽ പോയത്. അല്ല, ഞാനും അനിയനും കൂടിയിട്ടല്ല കൊടൈക്കനാലിൽ പോണത് കേട്ടാ. ഏതാ ഓൺലൈനിൽ വിളിക്കാട്ടാ. ഓൺലൈനിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ അനിയനെ അങ്ങോട്ടേക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ കൊടൈക്കനാലാണ് നമ്മൾ ട്രിപ്പ് പോണത്. നാളെ കാലത്ത് 6 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ വരുന്നത്. 250 കിലോമീറ്റർ ഉണ്ട്. ചുരം ഏകദേശം ഒരു 60-65 കിലോമീറ്റർ ഉണ്ട്. ഞാനും എൻ്റെ കൂടെയുള്ള പരിചയമുള്ളവരാരും എനിക്ക് കിട്ടിയിട്ടില്ല റൈഡ് ചെയ്യാൻ. ഇനി അവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ നിലവിൽ സോളോ ട്രിപ്പാണ് പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ എപ്പിസോഡ് 1 വരും. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് പറയാനുണ്ടോ? ഇപ്പം ഞാൻ സോളോ ആണ് പോണത്. ചിലപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് തീരുമാനമായിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ രാത്രിക്ക് ഇവിടുന്ന് നേരെ പൊള്ളാച്ചിന്ന് നേരെ പളനി, ഈ 2 ദിവസം പോവും. അത് കഴിഞ്ഞിട്ട് പളനിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. പളനിന്ന് 3-ാമത്തെ ദിവസം കൊടൈക്കനാൽ എത്തും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചുരം കയറാൻ വേണ്ടിയിട്ട് 60-65 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിന് അടിവാരത്ത് തന്നെ നമുക്ക് സ്റ്റേ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. എന്നാലാണ് പുലർച്ചെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ചുരം ചവിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം ഇല്ല. അതൊക്കെ ഞാൻ ഓരോ വ്ളോഗിലൊക്കെ ഇട്ട് പറയാട്ടെ എങ്ങനെ റൈഡ് ചെയ്യേണ്ടത് കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ വട്ടം ഊട്ടിയിലേക്ക് ട്രിപ്പ് പോയിട്ട് നമ്മുടെ അതേ പാത ഫോളോ ചെയ്തിട്ട് കുറേ പേര് വന്നു, സന്തോഷം. നമ്മളെ ഫോളോ ചെയ്തിട്ട് കുറേ പേര് പോയി എന്നൊക്കെ അറിഞ്ഞതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാട്ടെ. തിരിച്ചു വരുന്നത് എന്തായാലും പളനിന്നോ പൊള്ളാച്ചിന്നോ സൈക്കിൾ ട്രെയിൻ കയറ്റിയിട്ടായിരിക്കും. അത് കൺഫേം ആണ്. എവിടേക്കാണ് താമസവും കാര്യങ്ങളൊക്കെ അറിയില്ല. വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് അറിയുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്തൊരു കിടലം വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.